പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പീഡന പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. കോതമംഗലം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വന്നല്ലോ വനമാല. മിടുക്കന്മാർ ഇത്രയും പെട്ടെന്ന് പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ പരാതിയിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? കാരണം ഇന്നലെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ട് നിങ്ങളെ അറിയില്ല, നിങ്ങളുമായി ഒരു വാട്സപ്പ് ചാറ്റും ചെയ്തിട്ടില്ല, ഒരു തരത്തിലുള്ള ആശയവിനിമയം നിവിൻ പോളി നിങ്ങളുമായി നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. അങ്ങനെ ഒരു പെൺകുട്ടീനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവര് സംസാരിച്ചിട്ടില്ല. അതെ, എന്നെ അറിയാം. ഈ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് സെൽഫി, അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ഒരുമിച്ചൊരു സെൽഫി എടുക്കണം. എന്റെ ഭാര്യ മക്കളും വേട്ടക്കാരും ഇതുവരെ കണ്ടിട്ടില്ല, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഞാനവിടെ എല്ലാരും ചിരിച്ചേ. പോളിക്കെതിരായ പീഡന കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. 2023 ഡിസംബർ 14 നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ്. എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ്. വേണ്ട, ഒരു പഴുതുപോലും ബാക്കിയില്ല. ഇനിയെങ്കിലും സത്യം പറയാനുള്ള കറേജ് നിങ്ങൾ കാണിക്കണം, പ്ലീസ്. But you never ever realized the power of truth. ഏത് ഗർത്തത്തിൽ ഇതിനെ മൂടി ഒളിപ്പിച്ചാലും അത് പുറത്തു വരും, വന്നേ തീരൂ. That is a cosmic law. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിക്ക് തീരണില്ലല്ലേ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കാണ്. നാടി ഞരമ്പുകൾ താളമട്ടിക്കണ്ട്, തക്കിട്ട മേളമട്ടിക്ക.